+2 ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരുന്നൊക്കെ ഒരു ചെറിയ മോശപ്പെട്ട ഒരു പരിപാടി. നമ്മൾ ചാകും എന്ന് പറയുന്നതേ ഉള്ളൂ, ചത്ത ഒരാളേ ഉള്ളൂ. അത് ഇപ്പം ഈ ഭൂമി പലരും പറയുന്ന സ്നേഹവും നമ്മൾ ഈ പറയുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മളെന്തിനാ വെറുതെ ഇത് നടക്കുന്ന കാര്യമല്ല, നമ്മൾ വെറുതെ ഇത് പറയാന്നേ ഉള്ളൂ. മുട്ട പപ്സോ അല്ലെ നല്ല പപ്സും ഒരു ലൈം ജ്യൂസ്. അപ്പോൾ അത് പൈസ ഉള്ളവനാണ് അത് കുടിക്കുന്നത്. അച്ഛൻ പറഞ്ഞ വേർഡ് എനിക്ക് ഭയങ്കര ഒരു ഗൂസ് ബംപ്. യേശുവിൻ്റെ ആൾക്കാർ നമ്മൾ ഓഫറുകളും പരസ്യങ്ങളും വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ചെറിയ ഫോണ്ടിൽ കൊണ്ടുവന്ന് കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞതുപോലെയാണ്. സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്നേഹം അവർ നമ്മളുടെ ഒരു കുടുംബത്തിൽ അംഗമാക്കാൻ പറ്റുമോ അവരെ? അവിടെയാണ് ചലഞ്ചിങ് ആവുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് 3 ക്രിസ്ത്യൻ പോഡ്കാസ്റ്റ് വിത്ത് ലയണൽ. Okay, this is gonna be fun. Okay, so ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് കുറേ യങ്സ്റ്റേഴ്സ് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുമായിരുന്നു. സോ ഡാനി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. പക്ഷേ നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിൽ ഒരു എന്താ പറയുന്നത്, ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതെങ്കിൽ, പ്ലീസ് ഫൈൻഡ് എ പാസ്റ്റർ, പ്ലീസ് ഫൈൻഡ് എ മെൻറ്റർ. ആൻഡ് നിങ്ങൾ ആ ചോദ്യം അവരോട് ചോദിക്കൂ, ആ ചോദ്യം ക്ലിയർ ആക്കൂ. നിങ്ങളുടെ ലൈഫിൽ ആരോടും ചോദിക്കാൻ പറ്റാതെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേണ്ട. സോ പ്ലീസ് ഗോ ആൻഡ് ഫൈൻഡ് എ പാസ്റ്റർ, പ്രേ ഫോർ ദ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ ചോദ്യം അതിനുള്ള ഉത്തരം കണ്ടെത്തൂ. ഓക്കെ, സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ത്യയിലെ എല്ലാ യങ്സ്റ്റേഴ്സിനും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, വർഷിപ്പ് ലീഡേഴ്സിനെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, എനിക്ക് പേഴ്സണലി ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു മെൻറ്ററാണ് ഇമ്മാനുവൽ KV. വെൽക്കം ചാച്ചാ, വെൽക്കം. സോ ഞാൻ ഇൻട്രോ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളാണ് ചാച്ചൻ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദ പോഡ്കാസ്റ്റ്. താങ്ക് യു. ലയണൽ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ ദൈവം ഒത്തിരി യങ്സ്റ്റേഴ്സിനെ കർത്താവ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള, എന്നെ ഒത്തിരി പ്രാവശ്യം എന്നെയും ചാലഞ്ച് ചെയ്തിട്ടുള്ള ഒരു യങ്സ്റ്ററാണ് ലയണൽ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എല്ലാ യങ്സ്റ്റേഴ്സും നിങ്ങൾ ഒരു മെൻറ്ററിനെ കണ്ടെത്തുക എന്ന് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. എൻ്റെ വൺ ഓഫ് ദ മെൻറ്റർ ഒരാളാണ് KV ചാൻ. ഞാൻ KV ചാനോട് എനിക്കറിയത്തില്ല, പല സമയത്തും പല ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ സ്പിരിച്വലി എത്ര റെലവൻ്റ് ആണെന്ന് പോലും എനിക്കറിയത്തില്ല. ചിലപ്പോൾ പൊട്ട ചോദ്യങ്ങൾ വരെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും. തിയോളജിക്കലി എത്ര സൗണ്ടിങ് ഉള്ള ചോദ്യങ്ങളാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഞാൻ എല്ലാ യങ്സ്റ്റേഴ്സിനോടും പറയുന്നത്, ഗോ ആൻഡ് ഫൈൻഡ് എ പേഴ്സൺ ലൈക്ക് ദിസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും ഏത് ഡൗട്ടാണെങ്കിലും സ്പിരിച്വലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ കണ്ടെത്തൂ. സോ അച്ഛൻ അതിന് ഒത്തിരി താങ്ക് യു സോ മച്ച്. ലയണൽ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അത് ഇങ്ങനൊരു ഉദ്ദേശത്തോടെ ആയിരുന്നു എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. താങ്ക് യു എനിവേ. ഓക്കെ, അച്ഛൻ്റെ വർഷിപ്പ് എല്ലാവർക്കും ബ്ലെസ്സിങ് ആണ്. പക്ഷെ എനിക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുകളിൽ എന്ന് പറയുന്നത് അച്ഛൻ്റെ മെസ്സേജസ് എനിക്ക് ഒത്തിരി ബ്ലെസ്സിങ് ആയിട്ടുണ്ട്. അച്ഛൻ സാറയെ കുറിച്ച് പ്രസംഗിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ദാവീദിനെ കുറിച്ച് പ്രസംഗിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ദാവീദിന് ദൈവം ഒരു റീ എൻട്രി കൊടുത്തത് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ so welcome Pastor Emmanuel KV. Thank you so much Lionel for having me. ഒത്തിരി സന്തോഷം. Okay അച്ഛാ, സോ അപ്പം അച്ഛൻ നാട്ടിലില്ല, അച്ഛൻ ഇവിടെയാണ്, അച്ഛൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഇന്ന് ഈ എപ്പിസോഡിൽ സംസാരിക്കാനുള്ളത് നമ്മളുടെ ഫാമിലി ആൻഡ് ക്രിസ്ത്യൻ ലൈഫ്. ഇപ്പോൾ അച്ഛനൊരു ഫാദറാണ്, അച്ഛനൊരു ഹസ്ബൻഡാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് ഫാമിലി അല്ലെങ്കിൽ മിനിസ്ട്രി ആൻഡ് ഫാമിലി ബാലൻസ് ചെയ്യുന്നത്? കാരണം ഞാനൊരു പാസ്റ്ററിൻ്റെ മകനായിട്ട് ജനിച്ചതാണ്. എൻ്റെ ചൈൽഡ്ഹുഡിൽ എൻ്റെ പപ്പ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു.
അപ്പോൾ ചൈൽഡ്ഹുഡിൽ നമ്മളൊരു പാസ്റ്റിനെ അല്ല കാണുന്നത്, ഞാൻ നോക്കി കാണുന്നത് എൻ്റെ ഒരു പപ്പയാണ് കാണുന്നത്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററിനോട് സംസാരിച്ചു. പാസ്റ്റർ പറഞ്ഞു പാസ്റ്റർ മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം പാസ്റ്റർ കൗൺസിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 75% മിനിസ്ട്രിക്ക് കൊടുക്കുന്നു, ദെൻ ഒരു 35% കൗൺസിൽ ചെയ്യാൻ കൊടുക്കുന്നു. പിന്നെ പാസ്റ്റർ വീട്ടിലോട്ട് വരുമ്പോൾ പാസ്റ്ററിൻ്റെ 3 മക്കൾ ഓടി വരുമ്പോഴത്തേക്ക് പാസ്റ്ററിന് അവർക്ക് കൊടുക്കാനൊന്നും ഇല്ല. പാസ്റ്റർ ഭയങ്കര ഡ്രൈ ആണ്, എല്ലാം കൊടുത്തു കഴിഞ്ഞു. വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ടയർഡായിട്ട്. അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്യുന്നത്? അച്ഛൻ പാസ്റ്ററിൻ്റെ മകനല്ലേ? ഞാൻ പാസ്റ്ററുടെ മകനാണ്. ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരൻസിനെ, അവരുടെ കൂടെയുള്ള ടൈമിനെ എനിക്ക് പലപ്പോഴും മിസ് ചെയ്തിട്ടുണ്ട്. ബട്ട് എൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഞാനത് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. കാരണം യാത്രകളൊക്കെ ആണെങ്കിലും യാത്രകൾ കഴിഞ്ഞ് ചെല്ലുമ്പം മാക്സിമം കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു ടൈം അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഫാമിലി ടൈം എന്ന എഗൈൻ ഇതാ ഞാൻ പറയുന്നത്, അതിപ്പോഴും നമ്മുടെ നാട്ടിലൊരു കോൺസെപ്റ്റായിട്ട് മാത്രം നിൽക്കുകയാണ്. അത് ഇതുവരെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അത് വർക്കൗട്ട് ആയിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പീപ്പിൾ. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരതിനെ സ്വീകരിച്ചാൽ മാത്രമേ പാസ്റ്റർമാർക്ക് മനസമാധാനത്തോടെ ഫാമിലിയിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ഫാമിലി ടൈം. പക്ഷേ അത് എത്രമാത്രം എൻ്റെ ഫാമിലി അത് അവർ പറയണം, ഈസ് ദാറ്റ് ഇനഫ് ഓർ നോട്ട്, എനിക്കറിയില്ല. ബട്ട് ഒരു 100% എനിക്ക് അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മിനിസ്ട്രി ഇറ്റ്സ് ഓൾവേസ് ഇറ്റ്സ് ഓൾ അബൌട്ട് സാക്രിഫൈസ്. ഇൻ വൺ വേ ഓർ അനദർ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ഒരു പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ സമയമായിരിക്കാം സാക്രിഫൈസ് ചെയ്യുന്നത്, ബട്ട് അതെൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതൊരു അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ രണ്ടും പാസ്റ്റർമാരുടെ മക്കളാണ്. നമ്മുടെ പപ്പാമാർ അവരുടെ ടൈം സാക്രിഫൈസ്, നമുക്ക് വേണ്ടി തരേണ്ട ടൈം അവർ സാക്രിഫൈസ് ചെയ്തതിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് നമ്മൾ ഈ രാജ്യത്ത് വന്നതെന്ന് പോലും വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം അഗൈൻ നമ്മളൊരു ഫാമിലി മാൻ എന്ന ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പം ഐ തിങ്ക് എല്ലാവരും കുറച്ചും കൂടെ ടൈം ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം. എൻ്റെ പാസ്റ്റർ പറയും, ഇമ്മാനുവൽ, എൻ്റെ പാസ്റ്റർ കഴിഞ്ഞ ദിവസവും കൂടെ പറഞ്ഞു, ഇമ്മാനുവൽ ഇച്ചിരി ലെങ്തി ആയിട്ടാണ് മാറി നിൽക്കുന്നത്, യു ട്രൈ ടു കം ബാക്ക്. ഫാമിലിയെ അങ്ങനെ ഒത്തിരി മിസ് ചെയ്യുക. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്, 6 വയസ്സ് 4 വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്. എനിക്ക് 3 പേര്. അപ്പം ആരെന്നോ CFNAയിൽ പാസ്റ്റർ ക്വിൻറ്റൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ പാസ്റ്റർ ഒരു ഡേയിൽ സാബത്തിനെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, പാസ്റ്റർ ഫോളോ ചെയ്യുന്നൊരു മൺഡേ ടു ഫ്രൈഡേ ഹീസ് അവൈലബിൾ ഫോർ എവ്രി വൺ, പക്ഷേ സാറ്റർഡേ സൺഡേ ഇറ്റ്സ് ഫോർ ഫാമിലി. പാസ്റ്റർ മിനിസ്റ്റർ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. ഫോർ ദം ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇവിടെ ഞാൻ അറിഞ്ഞു മൺഡേ പാസ്റ്റേഴ്സിന് ഓഫ് ആണെന്ന്. ഇവിടെ ഞാൻ മൺഡേ പാസ്റ്റേഴ്സിന് ഒരു ഓഫ്, ഒരു ദിവസം കൊടുക്കുന്ന ഒരു ഓഫൊക്കെ കൊടുക്കുന്ന ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബട്ട് അതൊരു നല്ലൊരു, കാരണം സാറ്റർഡേ സൺഡേ എന്താണേലും നമ്മുടെ പാസ്റ്റേഴ്സിന് നാട്ടിൽ പറ്റത്തില്ല. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മീറ്റിങ്സ് ഉള്ളത്. ബട്ട് അറ്റ്ലീസ്റ്റ് മൺഡേ ഒരു ദിവസം കംപ്ലീറ്റ് പാസ്റ്ററിന് ഒരു ഓഫ് ഒരു ദിവസം കൊടുക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് അല്ല, മൊത്തത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാലും ഒരു 5 വയസ്സ് തൊട്ട് കൂടിപ്പോയി കഴിഞ്ഞ ഒരു 10-11 വയസ്സ് വരെ ആയിരിക്കും നമുക്ക് പപ്പമാരുടെ ട്രാവൽ ചെയ്യാൻ നമുക്ക് ഒത്തിരി ആഗ്രഹം വരുന്ന ടൈം. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പപ്പമാരുടെ ട്രാവൽ ചെയ്യത്തില്ല, ആരും നമ്മൾ ട്രാവൽ ചെയ്യത്തില്ല. അല്ലെങ്കിൽ എൻ്റെ കൂടെ കട വന്ന് പറഞ്ഞാലും പപ്പ ഒറ്റയ്ക്ക് പോകുന്നുള്ളൊരു പരിപാടിയായിരിക്കും. അപ്പോൾ ഞാൻ പപ്പ കൊച്ചിലെ ആയിരുന്നപ്പോൾ അപ്പോൾ ഒത്തിരി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് പപ്പയുടെ കൂടെ ട്രാവൽ ചെയ്യണമെന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു എന്നെക്കാളും പപ്പയുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള, പപ്പയുടെ കൂടെ നിൽക്കുന്ന ദൈവദാസന്മാരായിരിക്കും, അല്ലെങ്കിൽ പപ്പയുടെ കൂടെ കാറിൽ യാത്ര ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞേ, ഇത് നമ്മുടെ നാട്ടിലത്തെ ഒരു പാസ്റ്റർ ആണെങ്കിൽ ആ പാസ്റ്ററിൻ്റെ ചർച്ച് വിചാരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടൈം കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊരാവശ്യം ഇല്ലെങ്കിൽ നമുക്ക് പാസ്റ്ററിന് ഒരു ടൈം, ഒരു ഫ്രീ ടൈം കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്തൊരു ഫ്രീ ടൈം എന്ന് പറയുമ്പോഴും നമ്മൾ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന, നമുക്ക്
നമുക്ക് ഒത്തിരി ഫോൺ കോൾസ് നമുക്ക് വരും. അപ്പോൾ ഒരിക്കലും ഒരു പാസ്റ്ററുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അച്ഛൻ എല്ലാ ഫോൺ കോളും എടുക്കുന്ന ഒരാളാണോ? തീർച്ചയായിട്ടും നമ്മൾ ഈവൻ എന്താ പറയുന്നത്, നമുക്ക് എടുത്തേ പറ്റൂ. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ചാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ ദേ എക്സ്പെക്ട് റിപ്ലൈ. അപ്പം തന്നെ അവർക്ക് മറുപടി അവർക്ക് വേണം. അപ്പം ഞാൻ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ചില സമയത്ത് പറയും, ഞാൻ വണ്ടി ഓടിക്കുക, ഞാൻ ചെന്നിട്ടൊന്ന് അപ്പോൾ അവർ പറയും, അത് പാസ്റ്ററെ ഞങ്ങൾ പ്രസ്സിൽ പോസ്റ്റർ അടിക്കാൻ നിൽക്കുക, പാസ്റ്ററുടെ ഡേറ്റും കൂടെ കിട്ടിയിട്ട് വേണം, ഞങ്ങൾ ഫോട്ടോ ഇപ്പം വെക്കാനായിട്ട് നിൽക്കുക. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ എഗൈൻ നമ്മളാ യാത്രക്കകത്തും ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു പക്ഷെ അവരൊന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ അവർക്ക് മനസ്സിലാകും അവരെ കൊണ്ട് കഴിയുന്നത് പോലെ അങ്ങനെ ഒരു ടൈം. ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ മക്കളാണ് പറയേണ്ടത്, എൻ്റെ പപ്പ ഞങ്ങൾക്ക് ടൈം തന്നോ, ഞങ്ങൾക്കത് ഇനഫ് ആയിരുന്നോ എന്ന് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയാണ് പറയേണ്ടത്. ഞാൻ എത്ര കൊടുത്തെന്ന് പറഞ്ഞാലും അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അവരാ പറയേണ്ടത്. ഇപ്പം നമ്മൾ രണ്ടുപേരും പറയുമ്പോഴും നമ്മളിപ്പോഴും പറയുന്ന കാര്യം നമുക്ക് ഇനഫ് ആയിരുന്നില്ല, അല്ലേ, നമുക്ക് ആ ഒരു ടൈം കിട്ടി. ഇനി ടൈം കിട്ടിയില്ല, ഇപ്പോൾ ഒരു ഫോൺ കോൾ വന്നു, അതിനകത്ത് എന്തെങ്കിലും ഒരു ടെൻഷനായി, അന്നത്തെ ആ ഒരു മൂഡ് മൊത്തം അങ്ങ് പോയി. പിന്നെ നമ്മൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മൾ ടെൻസ്ഡായി, അല്ലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി. അപ്പം ഇറ്റ്സ് റിയലി ഹാർഡ്. ഇറ്റ്സ് റിയലി ഹാർഡ്. സോ കാരണം മാരേജ് എന്ന് പറയുന്നത് ഒരു മിനിസ്ട്രി ആണല്ലോ. ഇപ്പം നമ്മുടെ വീട്ടിൽ, കാരണം ഇന്നത്തെ കാലത്ത് ദേവദാസന്മാരെ ആൾക്കാർ നോക്കി കാണുന്നത് ബൈ ഫ്രൂട്ടാണ്. കാരണം സ്റ്റേജിൽ മിനിസ്ട്രി ചെയ്യുന്നത് ആ ഫ്രൂട്ട് ഓഫ് സ്റ്റേജിൽ ഉണ്ടെങ്കിലാണ്. കാരണം വചനത്തിലും അത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ദേവദാസന്മാരെ നോക്കി കാണേണ്ടതെന്ന് വചനത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സോ ഇപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ ആ ഒരു ടൈം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ, കാരണം ഒത്തിരി പാസ്റ്റർമാരുടെ മക്കളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം പാസ്റ്റേഴ്സ് കിട്ട് എന്ന് പറയാൻ നമുക്കൊരു കണക്ഷൻ വരും, ഏത് രീതിയിൽ കൂടെ പോയിട്ടുണ്ട്, ഏതൊക്കെ വിഷമത്തിൽ കൂടെ പോയിട്ടുണ്ട്. കാരണം ഞാനൊരു പാസ്റ്ററിൻ്റെ മോനായതുകൊണ്ട് തന്നെ നമ്മൾ 7ൽ നിന്ന് 8ലേക്ക് ഞാൻ പോകുന്ന ടൈമിൽ, ഹൈസ്കൂൾ ടൈമിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ, സോ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ടീച്ചർ വന്നിട്ട് പറഞ്ഞു എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഓരോ സ്റ്റുഡൻസ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. എൻ്റെ പേര് ബിജിൻ, എൻ്റെ പപ്പ ഇതുപോലെ പുറത്താണ്. അടുത്ത ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി, എൻ്റെ പേര് ആൽഫിൻ, എൻ്റെ പപ്പ പുറത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ എന്ത് പറയും, എന്തോ അപ്പോൾ പാസ്റ്ററാണെന്ന് ഞാൻ എങ്ങനെ പറയും. സോ ആ ഒരു ടൈമിൽ തിങ്കിങ് ആണ് എൻ്റെ. അപ്പോൾ ആ ഒരു ടൈമിൽ പപ്പ ദുബായിൽ മീറ്റിങ്ങിന് വിസിറ്റിങ്ങിന് പോകുന്നൊരു ടൈം. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പേര് ലയണൽ, എൻ്റെ പപ്പ ദുബായിലാണെന്ന് പറഞ്ഞാലോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം പാസ്റ്റർ, കാരണം വെച്ചാൽ എന്ത് കാര്യത്തിനാണേലും അറിയാലോ അച്ഛൻ പാസ്റ്ററിന്റെ മോനല്ലേ, നീ അത് കാണുമോ, നീ ഇത് ചെയ്യുമോ, പാസ്റ്ററിന്റെ മോനല്ലേ. ഈവൻ അവിശ്വാസികൾ വരെ ചോദിക്കും. PKs ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ 4 പേരുടെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ അപ്പോഴേ എന്താ പറയുന്നത്, അപ്പോഴേ നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ പക്ഷെ ഞാൻ എങ്ങനെയോ എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞു എൻ്റെ പേര് ലയണൽ, എൻ്റെ പപ്പ പാസ്റ്ററാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിലെ എക്സൈറ്റിംഗ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സ്കൂളിൻ്റെ മിഡ് ഇയറിൽ ഒരു ടൈമിൽ ഈ ടീച്ചർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ പപ്പയോട് ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണേ. അപ്പോൾ എനിക്ക് അവിടെ നിന്നാണ് ഒരു റിയലൈസേഷൻ വന്നത്. സോ ഓക്കെ, പാസ്റ്ററിൻ്റെ മകനെന്ന് പറയുന്നത് ഇങ്ങനെ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കേണ്ട ഒരാൾ മാത്രമല്ല, അല്ലെങ്കിൽ നമുക്കും എല്ലാ കുഞ്ഞുങ്ങളെ പോലെ ഉള്ള സാഹചര്യങ്ങളിൽ കൂടെ പോവാം. പക്ഷെ എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ ആ ഒരു പാസ്റ്ററിന്റെ മോനെന്ന് പറയുമ്പോഴും, ആ ഒരു ഫാമിലി എന്ന് പറയുമ്പോഴും ഉറപ്പായിട്ടും നമുക്ക് ഒത്തിരി അഭിമാനിക്കാനുണ്ട്. കാരണം ഒരിക്കൽ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് അന്ന് വീട്ടിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ പോയിക്കൊണ്ട്, ഞാൻ എൻ്റെ സ്വദേശി ഇടുക്കിയാണ്. അപ്പം ഇടുക്കി എന്ന് പറയുമ്പം ഇപ്പോഴും ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ആയി വരുന്നേ ഉള്ളൂ. ചില സ്ഥലങ്ങളൊക്കെ ഉള്ളൂ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള. കട്ടപ്പനയൊക്കെ ഇപ്പം ഐ തിങ്ക് ഇപ്പം മുനിസിപ്പാലിറ്റി ആയി. യെസ്, നമ്മള് ഉള്ള സമയത്തൊന്നും അങ്ങനെ ഇല്ല. പക്ഷേ പോയിട്ടുണ്ട് ബസ്സിൽ കട്ടപ്പന, നല്ല സ്ഥലങ്ങളാണ് കട്ടപ്പന, കുമളി. അപ്പം അവിടെ ഞാൻ പഠിച്ചത് കട്ടപ്പനയ്ക്ക് അടുത്തുള്ള വെള്ളയാങ്കുടി സെൻറ് ജെറോംസ് ഹൈസ്കൂളിലാണ് ഞാൻ
+1 +2 പഠിച്ചത്. അപ്പോൾ അന്ന് പപ്പായുടെ ഈ അഗൈൻ നമുക്ക് ഒരു പാസ്റ്ററുടെ വരുമാനം എന്നൊക്കെ പറയുന്നത് ചർച്ചിൽ നിന്ന് കിട്ടുന്ന നന്മയാണ്. സോ ചർച്ച് എത്ര പാസ്റ്റർമാർ ലൈക്ക് അടിക്കണം നിങ്ങൾക്ക് വേണ്ടിയുള്ള എപ്പിസോഡ്. അതെ. സോ ചർച്ച് ബ്ലെസ്ഡ് ആണെങ്കിൽ, ചർച്ച് വളരെ ഹെൽത്തി ആണെങ്കിൽ മാത്രമേ അവരുടെ എന്താ പറയുന്നത് പാസ്റ്ററിനെ അവർക്ക് നല്ല രീതിയിൽ. സോ അഗൈൻ അന്നത്തെ എനിക്കറിയില്ല, എൻ്റെ പപ്പയ്ക്ക് കിട്ടിയ ചർച്ചുകളെല്ലാം ഒരു 5 ഫാമിലീസോ അവരിൽ നിന്ന് നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവരെല്ലാം നമ്മുടെ ചർച്ചിലെ എല്ലാവരും തന്നെ രാവിലെ കൂലിപ്പണിക്ക് പോകുന്നു, ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ തരുന്ന ഓഫറിങ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ, പിന്നെ അന്നത്തെ അവിടുത്തെ രീതി അനുസരിച്ച് പിടിയേരി ഉണ്ട്. പിടിയേരി അറിയാം? പിടിയേരി, കാരണം ഈ പിടിയേരി ഒരിക്കലും മറക്കത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പം പപ്പ നമ്മളെ നിർത്തുന്ന ലാസ്റ്റത്തെ ഡയലോഗ്, മോനെ നിന്റെ നെറുകന്തല മുതൽ നിന്റെ ഉള്ളംകാല് വരെ പിടിയേരിയ. ആ ഒറ്റ ഡയലോഗിനകത്ത് നമ്മളിങ്ങനെ ഫ്രീസാ. ഓക്കെ. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും ഇവരുടെയൊക്കെ പറമ്പിൽ കൃഷിയുണ്ട്. അപ്പം ചിലർ ചേമ്പായിട്ടും കപ്പയായിട്ടും കാച്ചിലായിട്ടും ഒക്കെ നമുക്ക് കൊണ്ടുപോയി തരും. അതൊക്കെയാണ്. അപ്പം അന്നത്തെ കാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞ പോലെ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടിരുന്നൊക്കെ ഒരു ചെറിയ മോശപ്പെട്ട ഒരു പരിപാടി. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? പുറത്തു പോയി കഴിക്കണം. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടിരത്തില്ല, കാരണം നാണക്കേട. കാര്യം ആമ്പിള്ളാരൊന്നും ഇല്ല ഉച്ചയ്ക്ക് കഴിക്കാൻ, ഗേൾസേ ചോറ് കൊണ്ടിരത്തുള്ളൂ. അപ്പം നമ്മൾ വെളി കടയിൽ പോയി ഈ പറഞ്ഞ പോലെ മുട്ട പപ്സോ അല്ലെ നല്ല ചൂടും ഒരു ലൈം ജ്യൂസ്. അപ്പോൾ അത് പൈസ ഉള്ളവനാണ് അത് കുടിക്കുന്നത്. നമ്മൾ ഷെയർ ചെയ്യും, ഒരു സിപ്പ്. ചിലര് നമുക്ക്, പക്ഷെ ഈ നമ്മളിത് കഴിക്കുമ്പം നമ്മുടെ അകത്തൊരു ചെറിയ ടെൻഷനാണ്. കാര്യം നാളെ നമ്മളിത് മേടിച്ച് കൊടുത്തില്ലേ ഇവൻ കളിയാക്കും. അതിനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല, നമുക്ക് പപ്പായോട് ചോദിക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു ദിവസം കൗൺസിലിങ്ങിന് ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം എൻ്റെ പപ്പായ്ക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാനങ്ങനെ അന്ന് കൗൺസിലറിനോട് പറഞ്ഞപ്പം ഞാൻ പറയാൻ വന്നേ, നമ്മൾ ഈ പാസ്റ്റർമാരുടെ മക്കളെന്ന് പറയുമ്പം സമൂഹത്തിൽ നമ്മളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടാണ് ഞാനീ പറയുന്നത്. അപ്പം അദ്ദേഹം എന്നോട്, ആ കൗൺസിലർ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, യു ഷുഡ് ബി പ്രൗഡ് അബൌട്ട് ഇറ്റ്. കാരണം നിൻ്റെ പപ്പ എത്ര പേരെയാ സമാധാനത്തിലേക്ക് കൊണ്ടിരുന്നത്, അപ്പോൾ അവരുടെ ഭാഷയിൽ ശാന്തിയിലേക്ക് കൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മൾ ശരിയാണല്ലോ, ഇതിപ്പോൾ നമുക്കില്ലാത്ത വിലയാണല്ലോ നമ്മുടെ പപ്പ ചെയ്യുന്ന മിനിസ്ട്രിയെ കുറിച്ച് പുറത്തുള്ളവർക്കുള്ള വില. സോ അപ്പോഴൊക്കെ നമുക്കൊത്തിരി എഗൈൻ നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതാണെങ്കിലും പുറമേ നോക്കുമ്പം ഒത്തിരി പേര് വിശ്വസിക്കുന്നു നമ്മൾ പ്രാർത്ഥിച്ചാൽ. ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടുകാരൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എടാ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരല്ലേ, ഞങ്ങൾക്ക് വേണ്ടി നീയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. അവരുടെ ഒരു ഭാഷയിൽ അപ്പം ദേ എക്സ്പെക്റ്റ് നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തോ അവരുടെ ലൈഫിൽ നടക്കുമെന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ടർഫിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ തൊട്ടുപുറകിൽ കൂടെ, എവിടെ, അടൂര് തൊട്ടുപുറകിലൂടെ നമുക്കറിയാവുന്ന ഒരു അച്ചാച്ചൻ നടന്നു വരുക. അപ്പോൾ ഞാനിത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, അടൂരുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഇദ്ദേഹം വന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇദ്ദേഹം എന്തായിരിക്കും എൻ്റെ അടുത്ത് പറയാൻ പോകുന്നത്. ഇദ്ദേഹം പറഞ്ഞു, ലാണല്ലേ നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ, നീ എന്നാ വന്നേ? ഞാൻ പറഞ്ഞു, അച്ഛാ ഇതുപോലെ ഇതായിട്ടേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ വിശ്വാസിയല്ല, ഞാൻ കഴിഞ്ഞ ദിവസം തലേദിവസം കളിക്കാൻ പോയപ്പോൾ പുള്ളി കണ്ണടച്ച് ബാക്കിലോട്ട് ഇരിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു പുള്ളി ചെറുതായിട്ടൊക്കെ മെരുങ്ങിയിട്ട് ബാക്കിലോട്ടിരുന്നായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം വന്നായിരുന്നല്ലോ, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലായിരുന്നു എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാഞ്ഞത്. അച്ഛൻ ഇങ്ങനെ ചെറുതായിട്ട് മിനിങ്ങി. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഇല്ല, ഞാൻ അതൊക്കെ നിർത്തി. അപ്പോൾ എനിക്കൊരു കൺവിക്ഷൻ ആയിപ്പോയി, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല, ഞാൻ ജഡ്ജ് ചെയ്തല്ലോ. എന്നിട്ട് പറഞ്ഞു, എടാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, നീ എനിക്ക് ഇപ്പോൾ നീ സംസാരിക്കേണ്ട, നമുക്ക് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാം. കുറേ കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തടാ, ഒന്നും നടക്കുന്നില്ല, ഒത്തിരി ആയി, മടുത്ത് ഞാൻ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാം ട്രൈ ചെയ്തത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാവർക്കും ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ
ഒരു സാധനമുണ്ട് നമ്മൾ ലയണൽ, പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ വിചാരിക്കുന്നിടത്തോളം നമ്മളെ എല്ലാവരും ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സി, ഈ നമ്മൾ ഇപ്പം ഈ ലോകത്തിലുള്ള ബാക്കിയുള്ളവർ നോക്കുമ്പം നമ്മുടെ ലൈഫിൽ അവർ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ വലിയ പൈസയോ പണമോ പത്രാസോ അല്ലെ കാറോ ബംഗ്ലാവോ ഒന്നും നമുക്കില്ല. പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പിയാന്നുള്ളത് ഇവർക്കറിയാം. മനസ്സിലായോ? ഇതൊന്നും ഇല്ലാഞ്ഞിട്ടും നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ചർച്ചിൽ പോകുന്നുണ്ട്, നമുക്ക് കൺവെൻഷനുണ്ട്, നമുക്ക് പരസ്യവും നമ്മളിവിടെ എല്ലാം ഉണ്ട്, നമ്മൾ പാട്ടും ഇപ്പം രീതിയിലാണ് ഈ പറഞ്ഞ പോലെ ലയണലിൻ്റെ ആണേലും ഇപ്പം എൻ്റെ ആണേലും വീഡിയോസ് പാട്ടുകൾ ഇതൊക്കെ വരുമ്പം ആളുകൾ നമ്മൾ കാണുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ സന്തോഷിക്കണമെങ്കിൽ എന്തോ ഒരു സംഭവം നമ്മൾ പറയുന്നതിനകത്തൊരു സത്യമുണ്ട് എന്ന് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രാർത്ഥനയിൽ അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ആ അച്ചാച്ചന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, അച്ചാച്ചൻ നമുക്ക് കാണാൻ പറ്റിയില്ല, പക്ഷേ അച്ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ചാച്ചന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. സോ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ശരിയാവും. ദൈവം ചെയ്യും. അതെ, നിങ്ങൾക്ക് ഒരു യേശുവിന് നിങ്ങളെ വേണ്ടത്, യേശു ഒരിക്കലും ഒരു വർഷിപ്പ് ലീഡറിനെ തേടുന്നില്ല. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ യേശു ഇരുന്നത് എല്ലാം പാപികളുടെ കൂടെ, അച്ഛൻ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ദൈവം നോക്കുന്നത് ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന് അവരെ മതി, അവരെ ഹീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം. ആക്ച്വലി ദൈവം എന്ന കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് ദൈവം. ഗോഡ് ഈസ് എ ഹെൽപ്പർ. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മളെ കൊണ്ട് പറ്റാത്ത മേഖലകളിൽ, മനുഷ്യനെ സഹായിക്കാൻ പറ്റാത്ത മേഖലകളിൽ ആണ് ദൈവത്തിൻ്റെ ആവശ്യം. അപ്പം പലരും അവരുടെ ലൈഫ് ലാസ്റ്റ് അവർ ഗിവ് അപ്പ് ചെയ്യുക, ദേ എൻഡ് ദെയർ ലൈഫ്, ബിക്കോസ് അവർക്കൊരു സൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ട്. ബട്ട് നമ്മളിപ്പോൾ പറയുന്നൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങളൊന്ന് വിശ്വസിക്കുക, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾ പലതും ട്രൈ ചെയ്തില്ലേ? പലതും ട്രൈ ചെയ്യാൻ നിങ്ങൾ ധൈര്യം കാണിച്ചില്ലേ? ഇതൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടാണല്ലോ പലതും ട്രൈ ചെയ്യുന്നത്. സോ നമ്മൾ പറയുന്നു, കമോൺ, ഇത് നമുക്കിങ്ങനെ എടുത്തു കാണിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പീസും ആ ഒരു സന്തോഷവും ഒന്നും നമ്മൾ എടുത്തു കാണിക്കാൻ പറ്റുന്ന, ഇത് അനുഭവിച്ച് തന്നെ അറിയണം, എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ദൈവത്തിന് വേണ്ടത് ദ റിയൽ ലവ് ആണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സിന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരാളെ ഒരിക്കലും പറഞ്ഞ് സ്നേഹിപ്പിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം അവന് കാറുണ്ട്, അല്ലെങ്കിൽ അവന് കാണാൻ നല്ലതാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും വരുന്നത്? ഒരു ക്രഷ് വരുമായിരിക്കും, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ വരുമായിരിക്കും. പക്ഷെ അതൊരു റിയൽ ലവ് അല്ല. റിയൽ ലവ് എപ്പോഴാണ് വരുന്നത്? നിങ്ങൾ തന്നെ വിചാരിക്കുമ്പോഴാണ്. വചനത്തിൽ പറയുന്നത്, വെൻ യു സീക്ക് ഹിം വിത്ത് ഓൾ യുവർ ഹാർട്ട് യു വിൽ ഫൈൻഡ് മീ, വിത്ത് ഓൾ യുവർ ഹാർട്ട്. അപ്പോൾ പൂർണ്ണ ഹൃദയം, ദൈവത്തിന് അതാണ് വേണ്ടത്. ദൈവത്തിന് ആരെയും ഫോഴ്സ് ചെയ്തിട്ടുള്ള, അപ്പോൾ നമുക്ക് ഒരു സീഡ് പ്ലാന്റ് ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്, സാൽവേഷനാണ്. അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇന്നും മടുത്തിട്ടില്ലല്ലോ. നമുക്കിന്നും ആഗ്രഹമല്ലേ കുറച്ചുകൂടി ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം സ്നേഹമാണ്. സിമ്പിൾ ഡെഫിനേഷൻ ഓഫ് ഗോഡ്. ബൈബിൾ പറയുന്നു, സിമ്പിൾ ഡെഫിനേഷൻ, ഗോഡ് ഈസ് ലവ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഗോഡ് ഈസ് ലവ്. അപ്പം അത് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ദൈവം സ്നേഹം തന്നെ. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെ കുറിച്ചും ആഗ്രഹിക്കുന്ന ഈ സ്നേഹം ഒന്ന് നിങ്ങൾ അനുഭവിക്കാനാണ്. നിങ്ങൾ ആരും ആവട്ടെ, ഇപ്പം ഞങ്ങളെ കേൾക്കുന്ന ആരും ആവട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. അതൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആ ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് അനുഭവിക്കുക. നിങ്ങളെ സ്നേഹിക്കാനുള്ള സ്നേഹം അത്രയും ഉണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ. നിങ്ങൾ എന്ത് തെറ്റിലായിരിക്കോട്ടെ, ഏത് സാഹചര്യങ്ങളിലായിക്കോട്ടെ, എന്താ പറയുന്നത്, ഏത് കുഴിയിൽ മിസ്റ്റേക്കിലായിട്ട് കിടന്നോട്ടെ, പക്ഷേ നമ്മൾ വെറുതെ ഇപ്പം ലയണൽ നമ്മളൊരു മിസ്റ്റേക്ക് പറ്റി, നമ്മളവിടെ കിടന്ന് അല്ല, നമ്മളെ കാണുന്നവരും പോകുന്നവരും എല്ലാം നമ്മളെ ജഡ്ജ് ചെയ്യുമായിരിക്കും, പോയിന്റ് ഔട്ട് ചെയ്യുമായിരിക്കും. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദേ ആർ ഓൾസോ ലൈക്ക് അസ്, സെയിം. മനുഷ്യന് ഒരു പരിധിയുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പറയുന്ന ആളെന്ന് പറഞ്ഞാൽ പരിധികളില്ലാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ആൻഡ് മനുഷ്യൻ്റെ സ്നേഹത്തിന് തന്നെ പരിധിയുണ്ട്. ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങൾക്കും എല്ലാ സ്നേഹത്തിനും പരിധിയുണ്ട്.
അതെൻ്റെ ലൈഫിൽ എൻ്റെ ഈ ഒരു ചെറുപ്രായത്തിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ, അവർ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പിണങ്ങുമില്ലയോ? പക്ഷെ ഇതുവരെ പിണങ്ങാത്ത ഒരാളുണ്ടെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ദൈവമാണ്. അതൊക്കെ കാരണം കർത്താവിന് നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഹീ ജസ്റ്റ് വാണ്ട് ടു ബി വിത്ത് അസ്. നമ്മുടെ കൂടെ ഇരിക്കണം, നമ്മുടെ കൂടെ ഒരു ഫെലോഷിപ്പ്. നമുക്ക് വേണ്ടിയാണ് ദൈവം ഇതെല്ലാം ചെയ്തതെന്നുള്ള ആ ഒരു കൺവിക്ഷൻ നമുക്കുണ്ടാവണം. യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ്, ലവ് വൺ അനദർ. ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്. അത് ഇപ്പം ഈ ഭൂമി പലരും പറയുന്ന സ്നേഹവും നമ്മൾ ഈ പറയുന്നത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. എല്ലാത്തിനകത്തും ഈ പറഞ്ഞ പോലെ ഭയങ്കര വലിയ ഓഫറുകളും പരസ്യങ്ങളും വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ചെറിയ ഫോണ്ടിൽ കൊണ്ടുവന്ന് കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ എല്ലാം. എന്നൊക്കെ ഇനി ഒരു കുഴപ്പമില്ല, അങ്ങനെയാ, എന്താ നമ്മൾ ചാകും എന്ന് പറയുന്നതേ ഉള്ളൂ, ചത്ത ഒരാളേ ഉള്ളൂ. നമുക്ക് വേണ്ടി നമ്മളോടുള്ള സ്നേഹം കാരണം വേറെ ഒന്നും നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റും. ഇന്ന് ഈ അച്ഛൻ ഇപ്പം പറഞ്ഞ ഈ സെയിം കാര്യം ഇന്നലെ CFNAയിൽ പറഞ്ഞപ്പോൾ, യേശു 100% മനുഷ്യന് 100% ദൈവമായിരുന്നു അറ്റ് ദ സെയിം ടൈം. ആൻഡ് നമ്മുടെ മനുഷ്യരിൽ നമ്മൾ അറ്റ് ദി എൻഡ് അല്ലെങ്കിൽ ഒരു അവസാനം അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മരണമാണ്. ഉറപ്പായിട്ടും ദൈവം അതിനെ ലിറ്ററലി കാണിച്ചു തരും. മരണം ഒരു അവസാനമല്ല. റൈറ്റ്. ദൈവം മരിച്ച് മരണത്തിന്റെ തല തകർത്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് ദൈവം പറയുകയാണ്, സ്റ്റിൽ യു ക്യാൻ ബി വിത്ത് മീ. റൈറ്റ്. തീർച്ചയായിട്ടും അതിലേക്കാണ് നമ്മുടെ യാത്ര. അത് ഓർക്കുമ്പം റിയലി ഐ ആം റിയലി എക്സൈറ്റഡ്. ഞങ്ങള് യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ളവരെല്ലാവരും ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റില്ല, ട്രൈ ചെയ്യുന്നത് യേശുവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ഷോ ജീസസ് ഇൻ അവർ ലൈഫ് വി ആർ ട്രൈയിങ്. അല്ല ലയണൽ, ഇപ്പം ഞാൻ ലയണലിനെ ഐ റിയലി അപ്രീഷിയേറ്റ്. കാരണം ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞു ലയണലിൻ്റെ മിനിസ്ട്രി. കാരണം എന്നെ ലയണൽ ഒത്തിരി, നമ്മൾ രണ്ടുപേരും മിനിസ്ട്രിയിൽ നിൽക്കുന്നവരാണ്, നമ്മൾ രണ്ടുപേരും യേശുവിനെ കുറിച്ച് പാടുന്നവരും പറയുന്നവരും ഒക്കെയാണ്. ബട്ട് ആ പാഷൻ ഡിഫറെൻ്റ് ആണ്. നമ്മളിലൊക്കെയുള്ള ആ പാഷനും നമ്മൾ എടുക്കുന്ന ആ ഒരു ഇനിഷ്യേറ്റീവ് ഒക്കെ ഡിഫറെൻ്റ്. അത് ആ ഇനിഷ്യേറ്റീവും പാഷനും ഡിഫറെൻ്റ് ആകാൻ കാരണം നമ്മൾ ദൈവം തമ്മിലുള്ള നമ്മുടെ പേഴ്സണൽ ബന്ധമാണ്. നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നില്ല, നമ്മളാരെയും തെറ്റ് പറയുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കുമ്പം ആരും ചെയ്യാത്തത് നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യും. ഇപ്പം ഇപ്പം ഒരാൾ ഒരു അപകടത്തിൽ ആണ് എന്ന് നമ്മൾ അറിഞ്ഞ് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. പുള്ളി ആരാണ്, എന്താണ്, ഏത് ജാതിക്കാരനാണ്. ഇപ്പം നമുക്കറിയാം ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പം തന്നെ എല്ലാ പ്രാവശ്യവും, ഇപ്പം അടുത്ത ഇടയ്ക്ക് വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, ഒത്തിരി നമ്മുടെ സഹോദരങ്ങൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. പലരും ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. പക്ഷേ അതിനിടയ്ക്കൊക്കെ ഒത്തിരി പേര് വന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതെല്ലാ നാച്ചുറൽ കലാമിറ്റീസിലും ഈ സ്റ്റേറ്റ്മെൻറ്റ് വരാറുണ്ട്. ഈ നമ്മൾ അതിനകത്ത് റെസ്ക്യൂ ഓപ്പറേഷനിൽ വന്ന മനുഷ്യരുണ്ട്, ഒത്തിരി പേര് അവിടെ പോയി അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ഈ മണ്ണിനകത്ത് പൊതഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയെ എടുക്കുമ്പോൾ അവൻ്റെ പേരോ അവൻ്റെ ജാതിയോ അവൻ്റെ കളറോ ഒന്നും നോക്കിയിട്ടല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്. ലവ് ബ്രേക്സ് ഓൾ ട്രഡീഷൻസ്, ലവ് ബ്രേക്സ് ഓൾ ബാരിയേഴ്സ്. വെറുതെ മനുഷ്യൻ പൊക്കിക്കെട്ടിയ ഇത് തന്നെയാണ് യേശുവും പറഞ്ഞ കാര്യം. യേശു പറയുന്ന സ്നേഹം ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പ്. കാരണം യേശു വന്ന സമയത്ത് പാപികളുമായിട്ട് യേശു സഹകരിക്കുന്നതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ ഭക്തന്മാരുടെ, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ മതാനുസാരികളുടെ, മതങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ ഒക്കെ വിഷയം അതായിരുന്നു. കാരണം യേശു അവർക്ക് കഴിയാത്ത ഒരു നിലവാരത്തിലേക്ക് യേശു ഇറങ്ങിച്ചെന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ യേശു പറഞ്ഞത്, കമോൺ, ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റസിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല. യേശു ഈ ഭൂമിയെ മൊത്തം സ്നേഹിച്ചു, ഈ ഭൂമിയിലെ സകല മനുഷ്യരെ സ്നേഹിച്ചു. അത് ജാതി നോക്കാതെ, വർഗം നോക്കാതെ, നിറം നോക്കാതെ, ക്വാളിഫിക്കേഷൻസ് ഒന്നും നോക്കാതെ യേശു സ്നേഹിച്ചു. അങ്ങനെ യേശു സ്നേഹിച്ചെങ്കിൽ യേശുവിനെ കുറിച്ച് പറയുന്ന നമുക്കും അത് പറ്റണം, അല്ലേ? യേശുവിന് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ യേശുവിൻ്റെ ആൾക്കാരാന്ന് പറയുന്ന നമുക്കും സ്നേഹിക്കാൻ പറ്റണം. നമ്മുടെ ഹൃദയം വിശാലമാകണം. ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ, ഇത്രയും നല്ലൊരു സ്നേഹത്തെക്കുറിച്ച് അറിയുമ്പം നമ്മളെന്തിനും മിണ്ടാതിരിക്കണം?
അച്ഛൻ പറഞ്ഞ ആ വേർഡ് എനിക്ക് ഭയങ്കര ഒരു ഗൂസ് ബംപ്. യേശുവിൻ്റെ ആൾക്കാർ നമ്മള് എനിക്കറിയാവുന്നൊരു ദൈവാസനുണ്ട്. അദ്ദേഹം എപ്പോഴും കൺവെൻഷൻ പ്രസംഗത്തിലൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെന്തിനാണ് വെറുതെ ഇത് നടക്കുന്ന കാര്യമല്ല, നമ്മൾ വെറുതെ ഇത് പറയാന്നേ ഉള്ളൂ, ഇത് നമ്മളെ കൊണ്ട് നമ്മളിങ്ങനെ പോയാൽ നമ്മളെ കൊണ്ട് നടക്കത്തില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മിഷൻ ട്രിപ്പ് ചെയ്തായിരുന്നു. കഴിഞ്ഞ ദിവസമല്ല, കഴിഞ്ഞ മാസം. സോ ഞാൻ അന്ന് ആ ടൈമിൽ എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു ചിന്ത ചലഞ്ചിങ് ആയിട്ട് എനിക്ക് വന്നത്, നമ്മൾ മിഷൻ ട്രിപ്സ് ചെയ്യും, നമ്മൾ മിഷൻസ് ചെയ്യും, നമ്മൾ ആൾക്കാർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും, ചാരിറ്റി ചെയ്യും. പക്ഷേ ഈ ചാരിറ്റി ചെയ്യുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്നേഹം അവർ നമ്മളുടെ ഒരു കുടുംബത്തിൽ അംഗമാക്കാൻ പറ്റുമോ അവരെ? അവിടെയാണ് ചലഞ്ചിങ് ആവുന്നത്. നമ്മൾ ഇത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ കുടുംബത്തിലെ ഒരു വ്യക്തി, അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ സ്റ്റേറ്റസ് കയറി വരും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബാരിയേഴ്സ് വരും. ആ ഒരു ലെയർ അവിടുന്ന് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക്. എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, ചാരിറ്റി ചെയ്യുന്നത് അതിനൊരു നല്ല ഹൃദയം വേണം, നല്ല മനസ്സ് വേണം. എൻ്റെ പോക്കറ്റിലിരിക്കുന്ന കാശ് എനിക്ക് വെറുതെ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ എനിക്ക് നല്ലൊരു ഹൃദയം വേണം, വലിയൊരു ഹൃദയം വേണം. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അതും കൊണ്ട് കഴിഞ്ഞു, ദാറ്റ്സ് ഇനഫ്. പക്ഷേ നല്ല ശമരിയാക്കാരൻ്റെ ആ ഒരു ഉപമ ബൈബിളിൽ പറയുമ്പം ആരും ചെയ്യാത്തത് പുള്ളി ചെയ്തു. നമ്മുടെ കാഴ്ചപ്പാടിൽ ആരൊക്കെയോ ചെയ്യേണ്ടതായിരുന്നു. പലപ്പോഴും നമ്മൾ പറയുന്നത് എന്നാ, ഈ പുള്ളി നിങ്ങളൊക്കെ അത് ചെയ്യണം എന്ന് ചൂണ്ടിക്കാണിക്കുക. ആരൊക്കെയോ ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നിയ, ആരുടെയൊക്കെ ഉത്തരവാദിത്വം ആയിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യം ഒരു ശമരിയാക്കാരൻ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരാൾ വന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു നോബൽ പ്രൈസ് കൊടുക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. ബട്ട് അദ്ദേഹം ഹീസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഈവൻ ദാറ്റ്. അദ്ദേഹം പറയാ, ഞാൻ പോയിട്ട് വരാം, കയ്യിലുണ്ടായിരുന്നു അധികമായിട്ട് എന്നേലും വന്നാൽ ഞാൻ വരുമ്പം തരാം. സോ ഇപ്പം ലയണൽ പറഞ്ഞ കാര്യം ചാരിറ്റി കൊണ്ട് തീരുകയല്ല, ആ വ്യക്തിയുടെ ഭാവി മുഴുവൻ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അതാണ് നല്ല ശമരിയാക്കാരനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതാണ് അദ്ദേഹത്തിന് ആ കൺസേൺ ചെയ്തത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചാരിറ്റി ചെയ്യുന്നവരെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ അധ്വാനിച്ച പൈസ നമ്മൾ ഒരാൾക്ക് കൊടുക്കണം, അത് നല്ലൊരു സ്നേഹം ഉണ്ടായിട്ട് ആ വ്യക്തി നല്ലൊരു മനുഷ്യനാണ്. ഇപ്പൊ തന്നെ വയനാട്ടിൽ ഇത് വന്നപ്പോൾ ഒത്തിരി പേര് ഫാമിലി അഡോപ്റ്റ് ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നു. അതൊക്കെ ഭയങ്കര അവിടെ ശരിക്കും കാണുന്നത് ആ മനുഷ്യത്വമാണ് കാണുന്നത്, മനുഷ്യനാണെന്നുള്ള കാര്യം. പക്ഷേ യേശു പറയുന്നു, യേശു കാണിക്കുന്നു, നമ്മൾ ആ പറയുന്ന ആ ഒരു മനുഷ്യത്വം എന്ന ആ എന്താ പറയുന്നത് ഒരു ക്ലൈമാക്സ്, അല്ലെങ്കിൽ ഏറ്റവും അറ്റ്മോസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന മനുഷ്യത്വം, അതിൻ്റെ മുമ്പിൽ വേറൊന്നുമില്ല. പക്ഷെ യേശു അതിനേക്കാൾ ഒരു സ്റ്റെപ്പും കൂടെ അപ്പുറത്ത് പോയിട്ട് പറയാം, ഞാൻ എൻ്റെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എന്തെങ്കിലും എക്സ്ട്രാ വന്ന ഞാൻ അതും ചെയ്യാം. അപ്പം നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതാ, വി ഹാവ് ടു ഡു സംതിങ് എക്സ്ട്രാ. അപ്പം ഞങ്ങൾ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുമ്പം ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു മോട്ടോ ഉണ്ട്, ഒരു ആസ് എൻ ഇവാഞ്ചലിസ്റ്റ് നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്ന അറ്റ് എനി കോസ്റ്റ് വിൻ ദ ലോസ്റ്റ്. അറ്റ് എനി കോസ്റ്റ് വിൻ ദ ലോസ്റ്റ്. ഒരു വ്യക്തിയുടെ, അതിന് യേശു തന്നെ വ്യക്തമായ ഉദാഹരണമാണ്. ഒരു വ്യക്തിയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ യേശു തയ്യാറാണ്. ഗദരദേശത്തെ ആ ഭൂതഗ്രസ്തനെ വിടുവിക്കാൻ പോയത് ആ കൺസേൺ ആണ്. ആ ശമരിയ സ്ത്രീയോട് സുവിശേഷം പറയാൻ പോയത് ആ കൺസേൺ ആണ്. ആ പാപിനിയായ സ്ത്രീയെ രക്ഷിച്ചത് ആ അകത്തുണ്ടായിരുന്ന ഏതറ്റം വരെ. ഒരു പാപിയെ രക്ഷിക്കാൻ നേരെ ചൊവ്വേ ഇപ്പം നമ്മൾ ഇത് പറയുമ്പം, യേശുവേ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു വരണം, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഈ ലോകത്തിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഹൃദയം നിറഞ്ഞ്, എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പറയാനില്ല, അങ്ങനെ ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ, ഞാൻ പ്രാർത്ഥന എന്ന് പറയുന്ന ആ വേർഡും അങ്ങ് മാറ്റി വെക്കാം, പറഞ്ഞാൽ ആ നിമിഷം ആ വ്യക്തിയെ രക്ഷിക്കാൻ ആരെന്ന് നോക്കാതെ യേശു വന്നിരിക്കും, അതിനൊരു സംശയമല്ല. ദാറ്റ്സ് വാട്ട്. അതാണ് നമ്മുടെ അഷ്വറൻസ്, നമ്മൾ കൊടുക്കുന്ന ഉറപ്പെന്ന് പറയുന്നതാണ്. കാരണം ബൈബിൾ പറയുന്നു, അവനെ വിളിച്ചപേക്ഷിച്ചവർക്ക് ആർക്കും
അവൻ ഉത്തരമരുളാതിരുന്നിട്ടില്ല. കഷ്ടകാലങ്ങളിൽ അവൻ ഉത്തരമരുളും എന്ന് വെച്ചാൽ നിന്റെ വിഷയം എന്താണേലും കർത്താവ് ഡീൽ ചെയ്യും. അത്രേ. മാസ്റ്റർ പോയിട്ട് വിശ്വാസിയോട് ക്ഷമ ചോദിക്കാനോ? ഇമ്പോസിബിൾ. സ്നേഹം ഒഴുകണമെങ്കിൽ സ്നേഹം നിറയണം. ഹർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന പ്ലെയർ ഈ IPL സീസൺ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരു ക്യാപ്റ്റൻസിയുടെ വിഷയം കൊണ്ട് സ്നാനപ്പെടാത്ത ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്തിനാണ് രക്ഷ, എന്തിനാണ് സ്നാനം, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രിവിലേജസ് എന്താണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്ററിനോട് നിങ്ങൾ ചോദിക്കണം. ഒരു കട്ട ഫ്രണ്ട്സ്, ചങ്ക്, ബെസ്റ്റീസ് എന്നൊക്കെ പറയുന്ന ഒരു ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ ഒറ്റപ്പെടും. ഉറപ്പായിട്ടും.